സെക്കൻഡറി ബാലൻസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തതിൽ നമുക്കറിയാം, ഒരു എൻജിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് നമ്മളുടെ ഷാഫ്റ്റിലേക്ക് ഈ ഒരു റെസിപ്രോക്കേറ്റിംഗ് പാർട്ടിൻ്റെ ഫോഴ്സായിട്ട് വരുന്നത് ഷാഫ്റ്റിൽ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ആ ഫോഴ്സ് എന്ന് പറയുന്നത് mr ഒമേഗ സ്ക്വയർ കോസ് തീറ്റ പ്ലസ് കോസ് 2 തീറ്റ ബൈ എൻ. ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രൈമറി ഫോഴ്സ് ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡറി ഫോഴ്സ് ആണ്. അപ്പോൾ സെക്കൻഡറി ഫോഴ്സ് ഈ എൻ എന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡിൻ്റെയും ക്രാങ്കിൻ്റെയും റേഷ്യോ ആണ്. അപ്പോൾ ആ റേഷ്യോ വലുതാവുമ്പോൾ നമുക്ക്, അതായത് സ്ലോ സ്പീഡിൽ, പിന്നെ ആ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് കൂടുതലാണെങ്കിലും ഒക്കെ ആ ഒരു ലെങ്ത് കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയാറാണ് ചെയ്യാറുള്ളത് സെക്കൻഡറി ഫോഴ്സ്. പക്ഷേ ആക്ച്വൽ പ്രാക്ടീസിൽ നമുക്ക് അതുകൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതായത് ഒന്ന് തീറ്റയാണ്, ആംഗിൾ തീറ്റയാണ് ക്രാങ്ക് തിരിയുന്നത്. അടുത്തതിൽ അത് 2 തീറ്റ എന്ന് പറയുന്നത് സെക്കൻഡറി ഫോഴ്സിൽ കോസ് 2 തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിളാണ് തിരിയുന്നത്. അപ്പോൾ തീറ്റ ആംഗിൾ ക്രാങ്ക് ആക്ച്വലി തിരിയുമ്പോൾ സെക്കൻഡറി ഫോഴ്സിൻ്റെ കേസിലാകുമ്പോൾ അത് 2 തീറ്റ ആകും, ട്വൈസ് ദി ആംഗിൾ അത് തിരിയുന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡറി ഫോഴ്സ് സോൾവ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു ഇമാജിനറി ക്രാങ്ക് ടേണിങ്, അതായത് തീറ്റ തിരിയുമ്പോൾ ഇമാജിനറി ഒരു ക്രാങ്ക് 2 തീറ്റ ടേൺ ചെയ്യുന്നു എന്നുള്ളൊരു കൺസിഡറേഷനൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഫോഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ഫോഴ്സ് ഇൻറ്റു ആക്സലറേഷൻ്റെ ഈ ഒരു പ്രൈമറി ഫോഴ്സ് സെക്കൻഡറി ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ ഇതുവരെ പഠിപ്പിക്കാത്ത ആ ഫസ്റ്റ് മൊഡ്യൂളിലാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ മാത്രം നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞാൽ മതി. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു കേസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ സെക്കൻഡറി ഫോഴ്സ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സെക്കൻഡറി ബാലൻസിങ്. അപ്പോൾ സെക്കൻഡറി ഫോഴ്സ് എന്ന് പറയുന്നത് mr ഒമേഗ സ്ക്വയർ 2 തീറ്റ ബൈ എൻ ആണ്. ഓക്കെ, if frequency is twice that of primary force and the magnitude of 1 by n times the magnitude, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പ്രൈമറി ഫോഴ്സിൻ്റെ ഡബിളാണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡും 1 by n ടൈംസ് മാഗ്നിറ്റ്യൂഡും പ്രൈമറി ഫോഴ്സിൻ്റെ ഇതാണ്. അപ്പോൾ നമുക്കിതിനെ ഈ കോസ് 2 തീറ്റ എന്ന് പറയുന്ന ആ ഒരു ഇമാജിനറി ഇത് തിരിയുന്നതുകൊണ്ട് നമുക്കിതിനെ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ തിരുത്തി എഴുതാം. mr 2 ഒമേഗ സ്ക്വയർ ബൈ കോസ് 2 തീറ്റ ബൈ 4n. അതായത് 4 കൊണ്ട് മൾട്ടിപ്ലൈയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഒരു 4 ഈ 2 ഒമേഗയുടെ കൂടി ഇട്ടു, ഒരു 4 നമ്മളുടെ റേഷ്യോ ക്രാങ്ക് ടു കണക്റ്റിംഗ് റോഡ് റേഷ്യോയുടെ കൂടെ ഇട്ടു. ഓക്കെ, നൗ കൺസിഡർ ദി 2 cranks of an engine, one actual one and the other imaginary, with the following specification. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇക്വേഷൻ തിരുത്തി എഴുതി, ഈ ഇക്വേഷൻ തന്നെ ഒന്ന് റീറൈറ്റ് ചെയ്ത് ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ mr 2 ഒമേഗ സ്ക്വയർ കോസ് 2 തീറ്റ ബൈ 4n നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫ്രീക്വൻസി, വെലോസിറ്റി, ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് 2 ഒമേഗയായി ഈ ഇക്വേഷനിൽ. റേഡിയസിൻ്റെ വാല്യൂ ഇപ്പോൾ കോസ് 2 തീറ്റയൊക്കെ സെയിം ആക്കി വെച്ച് കഴിഞ്ഞാൽ റേഡിയസിൻ്റെ വാല്യൂ r/4n എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇമാജിനറി ഒരു ആക്ച്വൽ പ്രൈമറി കേസിൽ ഒരു ആക്ച്വൽ ക്രാങ്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇമാജിനറി ആയിട്ട് ഈ സെക്കൻഡറി ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇമാജിനറി ആയിട്ടൊരു ക്രാങ്ക് ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ ക്രാങ്കിൻ്റെ ആംഗുലർ വെലോസിറ്റി 2 ഒമേഗയാണ്, അതായത് ആക്ച്വൽ ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. അപ്പോൾ ഈ ഇമാജിനറി ക്രാങ്കിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 2 ഒമേഗയാണ്. ലെങ്ത് ഓഫ് ദി ക്രാങ്ക് ആണെങ്കിൽ ആക്ച്വലി ആണ്, അതായത് ക്രാങ്കിൻ്റെ ക്രാങ്ക് റേഡിയസ് എന്ന് പറയുന്നത് ആണ്. പക്ഷേ നമുക്ക് ഇമാജിനറി ക്രാങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് r/4n ആണ്.
പിന്നെ മാസ് സെയിം ആയിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കാര്യം ഡെവലപ്പ് ചെയ്തെടുത്തത്. അതായത് അതിൻ്റെ റേഡിയസ് r/4n അതിൻ്റെ ആംഗുലർ വെലോസിറ്റി 2ω ആയിട്ട് നമ്മൾ എടുക്കുന്നു, കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ദസ് വെൻ ദി ആക്ച്വൽ ക്രാങ്ക് ഹാസ് ടേൺ ത്രൂ തീറ്റ ഈക്വൽ ടു ω t, അതായത് ഒരു ആംഗിൾ തീറ്റ ടേൺ ചെയ്യുമ്പോൾ, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഇൻറ്റു ടൈം, ആ ഒരു ടൈം ടിയിൽ ω t ടേൺ ചെയ്യുമ്പോൾ ഇമാജിനറി ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് 2ω t എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇമാജിനറി ക്രാങ്ക് എക്സേർട്ട് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഷാഫ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മളെപ്പോഴും ഈ മൊഡ്യൂളിൻ്റെ ബിഗിനിങ് തൊട്ട് പറഞ്ഞതാണ്. ഒരു ഷാഫ്റ്റിനെ വിത്ത് റെസ്പെക്ട് ടു ഒരു റൊട്ടേറ്റിംഗ് പാർട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ പാർട്ട് പുറത്തേക്ക് ഉണ്ടാകുന്ന ഫോഴ്സാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അതാണ് ഈ ഷാഫ്റ്റ് ആക്സിസിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഷാഫ്റ്റ് ആക്സിസിൽ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇമാജിനറി ക്രാങ്ക് മൂലം ഉണ്ടാവുന്ന സെക്കൻഡറി ഫോഴ്സ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് mr/ω²ന് പകരം നമ്മൾ ഒമേഗക്ക് പകരം 2ω r-ന് പകരം നമ്മൾ r/4n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, mr/4n × 2ω² എന്ന് പറയുന്ന വാല്യൂ ആണ് വെറും mr/ω² എന്ന് പറയുന്ന ആക്ച്വൽ കേസിൽ വരുന്ന വാല്യൂവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇമാജിനറി ക്രാങ്കിന് വരുന്നത്. അപ്പോൾ mr × 2ω²/4n. അപ്പോൾ അതിൻ്റെ നമുക്കിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ശരിയായിട്ട് നമുക്ക് 4 ക്യാൻസലായി പോവും, mr/n ω² എന്ന് കിട്ടും. പക്ഷെ നമ്മൾ ആക്ച്വലി ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് ഇമാജിനറി ക്രാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മളത് എഴുതണം. കമ്പോണന്റ് ഓഫ് ദിസ് ഫോഴ്സ് എലോങ് ദി ലൈൻ ഓഫ് സ്ട്രോക്ക്. അപ്പോൾ ഈ ഫോഴ്സ് റൊട്ടേറ്റിംഗ് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് എപ്പോഴും നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് മാസിന്റെ കേസിൽ ഷാഫ്റ്റിൽ ആക്ട് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് കോസ് കമ്പോണന്റ് ആണ്, cos 2θ. അപ്പോൾ 2θയാണ് ആ ഇമാജിനറി ആംഗിൾ ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്ച്വൽ കേസിൽ തീറ്റ ടേൺ ചെയ്യുമ്പോൾ ഇമാജിനറി ക്രാങ്ക് ടേൺ ചെയ്യുന്നത് 2θയാണ്. അപ്പം അങ്ങനെയാണ് നമ്മളുടെ കമ്പോണന്റ് ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് സെക്കൻഡറി ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. ദസ് effect of secondary force is equivalent to imaginary crank length for r/4n rotating at a double angular velocity. The imaginary crank coincides with the actual at inner top dead center. At other times it makes an angle with the line of stroke equal to twice that of engine crank. അപ്പോൾ അതിൻ്റെ ആംഗിളിനനുസരിച്ച് ടേൺ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് വരും. അത് കോയിൻസൈഡ് ചെയ്യുന്നത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോഴാണ് അതിൻ്റെ വാല്യൂ കോയിൻസൈഡ് ചെയ്യാനുള്ള ഒരു ഇത് വരുന്നത്. ആക്ച്വൽ വാല്യൂ ആയിട്ട് ആക്ച്വലിൻ്റെയും ഇമാജിനറിയുടെയും വാല്യൂ കോയിൻസൈഡ് ചെയ്യുന്നത് ഇന്നർ ഡെഡ് സെൻറ്റർ അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ വരുമ്പോഴായിരിക്കും. അപ്പോൾ ഈ ഫോഴ്സ് നമ്മൾ ഇമാജിനറി ക്രാങ്കിൻ്റെ ഫോഴ്സ് ആണ് നമ്മൾ സെക്കൻഡറി ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൂടി നമ്മൾ ഇതുപോലെ തന്നെ ഫോഴ്സ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഫോഴ്സ് 0 ആക്കും, കപ്പിൾ 0 ആയിട്ടും ബാലൻസിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന പോലെ സെക്കൻഡറി ഫോഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു എൻജിൻ സോൾവ് ചെയ്യുമ്പോൾ. സോ കംപ്ലീറ്റ് ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി ഫോഴ്സ് മസ്റ്റ് ബാലൻസ്. അപ്പോൾ പ്രൈമറി ഫോഴ്സ് എല്ലാം ബാലൻസ് ആയിരിക്കണം. പ്രൈമറി ഫോഴ്സ് എന്ന് പറയുമ്പോൾ mr/ω² cos θ. ഓക്കെ, അപ്പോൾ അത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യുമ്പോൾ പ്രൈമറി ഫോഴ്സ് പോളിഗൺ ക്ലോസ് ആയിരിക്കണം. പിന്നെ പ്രൈമറി കപ്പിൾസ് മസ്റ്റ് ബാലൻസ്. അപ്പോൾ പ്രൈമറി കപ്പിൾസ് നിങ്ങൾക്ക് അറിയാം mr/ω² cos θ × L, അതായത് ലെങ്ത് ബിറ്റ്വീൻ ദി വിത്ത് റെസ്പെക്ട് ടു ദി റെഫറൻസ് പ്ലെയിൻ, അതും 0 ആയിരിക്കണം. പിന്നെ സെക്കൻഡറി ഫോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സെക്കൻഡറി ഫോഴ്സും
സെക്കൻഡറി ഫോഴ്സിൻ്റെ അതുപോലെ തന്നെ പ്രൈമറി എങ്ങനെയാണോ നമ്മൾ സോൾവ് ചെയ്തത് അതുപോലെ തന്നെ ഈ സെക്കൻഡറി ഫോഴ്സിൻ്റെ MR2ω²/4n എന്നുള്ളത് അതിൻ്റെ കമ്പോണൻസ് ഒക്കെ ബാലൻസ് ആയിരിക്കണം. സെക്കൻഡറി ഫോഴ്സ് പോളിഗൺ 0 ആയിരിക്കണം, കപ്പിളും ബാലൻസ് ആയിരിക്കണം. അപ്പോൾ കംപ്ലീറ്റ് ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസ് ആണ് നമുക്ക് സിലബസിലുള്ളത്. അപ്പോൾ ഇതനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ബാലൻസ് ചെയ്യാൻ പ്രൈമറി ഫോഴ്സ് 0 ആയിരിക്കണം, പ്രൈമറി കപ്പിൾ 0 ആയിരിക്കണം, അതുപോലെ തന്നെ സെക്കൻഡറി ഫോഴ്സ് 0 ആയിരിക്കണം, സെക്കൻഡറി കപ്പിളും 0 ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ 4 കാര്യങ്ങൾ ബാലൻസ്ഡ് 0 ആണെങ്കിൽ ആ റെസിപ്രോക്കേറ്റിംഗ് പാർട്ട് മൂലമുള്ള ഷാഫ്റ്റിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ബാലൻസ്ഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പാർട്സ്. ഇനി ഇത് ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് പാർട്സ് നമ്മളുടെ വെഹിക്കിളിൽ അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ വെഹിക്കിളിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? അപ്പോൾ നമുക്ക് ഈ 4 കാര്യങ്ങൾ നമ്മൾ 0 ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ എൻജിൻസ് എങ്ങനെയാണ് നമ്മളുടെ വെഹിക്കിൾസിൽ അലൈൻ ചെയ്തിരിക്കുന്നത്, അതിലെങ്ങനെയായിരിക്കും അപ്പോൾ ഈ പ്രൈമറിയും സെക്കൻഡറിയും ഫോഴ്സ് ബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കുള്ളത് ഇൻലൈൻ എഞ്ചിനുണ്ട്, പിന്നെ വി എഞ്ചിനുണ്ട്. അപ്പോൾ ഇൻലൈൻ എഞ്ചിൻ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് 4 സ്ട്രോക്ക് എഞ്ചിനുണ്ട്. അപ്പോൾ 4 സ്ട്രോക്ക് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 4 സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനുണ്ട്. പിന്നെ 6 സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനുണ്ട്. സാധാരണ ഇങ്ങനെയാണ്. അപ്പോൾ ഇൻലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഈ ലോക്കോമോട്ടീവിൻ്റെ ബാലൻസിങ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു സിലിണ്ടേഴ്സ് റെസിപ്രോക്കേറ്റിംഗ് മാസ് ആയിട്ടുള്ള ഈ സിലിണ്ടേഴ്സ് റൈറ്റ് ആംഗിൾസിലായിരിക്കും 90 ഡിഗ്രി സെപ്പറേറ്റ് ചെയ്തായിരിക്കും വെക്കുന്നത് യൂഷ്വലി ലോക്കോമോട്ടീവ്സിൽ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏത് ടൈമിലും അതിന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഇറ്റ് ക്യാൻ ഈസിലി സ്റ്റാർട്ട്. അപ്പോൾ പെട്ടെന്ന് ഓണായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ 90 ഡിഗ്രിയിൽ വെക്കുന്നത്. അപ്പോൾ ഇൻലൈൻ എൻജിൻസിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ സിലിണ്ടറും ഒരേ ലൈനിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ സിലിണ്ടറും ഇപ്പോൾ M1, M2, M3 ഇങ്ങനെ 3 സിലിണ്ടർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ സിലിണ്ടർ എല്ലാം ഒരേ ലൈനിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഓക്കെ, അപ്പോൾ എല്ലാ സിലിണ്ടറും ഒരേ ലൈനിലാണ് ഉണ്ടാവുന്നത്. പക്ഷെ അതിൻ്റെ ക്രാങ്കുകൾ പല പല പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് അത് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈമറി ഫോഴ്സും പ്രൈമറി കപ്പിളും സെക്കൻഡറി ഫോഴ്സും സെക്കൻഡറി കപ്പിളും ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, if reciprocating mass is transferred to a crankpin, the axial component of parallel to the resulting centrifugal force represents the primary and balanced 3 equal cranks. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നോക്കുക, 3 ക്രാങ്കുകളുണ്ട്, R1, R2, R3. ഈ R3 3 സിലിണ്ടറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ ക്രാങ്കുകളെല്ലാം തന്നെ അൺസിമെട്രിക്കലിയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രൈമറി ഫോഴ്സ് എന്ന് പറയുന്നത് സിഗ്മ എം ആർ കോസ് തീറ്റ, MR ω² കോസ് തീറ്റ. പ്രൈമറി കപ്പിൾ എന്ന് പറയുന്നത് സിഗ്മ MR ω² L കോസ് തീറ്റ. അതിൻ്റെ സെക്കൻഡറി ഫോഴ്സ് എന്ന് പറയുമ്പോൾ സിഗ്മ M 2ω²/4n സിഗ്മ MR/4n × 2ω² കോസ് 2 തീറ്റ. ഇതാണ് സെക്കൻഡറി ഫോഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ സെക്കൻഡറി ഫോഴ്സും സെക്കൻഡറി കപ്പിളും അതുപോലെ തന്നെ നമുക്ക് എഴുതാം. ഇതെല്ലാം 0 ആയിരിക്കണം. ഈ 3 സിലിണ്ടർ ഇൻലൈൻ എൻജിൻസ് ആയിട്ടുള്ള ഇത് 0 ആവണമെങ്കിൽ. അപ്പോൾ അത് ഒരു വെക്റ്റർ രീതിയിൽ നമ്മളതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, M1 R1 ഫോഴ്സ് പോളിഗൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ M1 R1, M2 R2, M3 R3 അതെല്ലാം അതിൻ്റെ ആംഗിളിനനുസരിച്ച് വരയ്ക്കുക, റെഫറൻസ് ആംഗിളിനനുസരിച്ച്. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ക്ലോസിങ് എഡ്ജ് ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് വരുന്നത്, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നോട്ട് ടു സോൾവ് ദി അബോവ് ഗ്രാഫിക്കലി ഫസ്റ്റ് ഡ്രോ ദി
MR cos theta polygon. അപ്പോൾ ഫോഴ്സ് പോളിഗൺ വെച്ചിട്ട് നമുക്ക് ഓരോ വാല്യൂസ് അതിൻ്റെ നമുക്ക് പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും ഫോഴ്സ് പോളിഗൺ ഉപയോഗിച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. So the above equations graphically, first draw sigma mr cos theta polygon, omega square is common to all forces. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ ആംഗുലർ വെലോസിറ്റി കോമൺ ആയതുകൊണ്ട് അതിൻ്റെ വാല്യൂ എടുക്കാതെ നമ്മൾ സ്കെയിൽ MR cos theta വാല്യൂ എടുത്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്കെയിലിൽ എടുത്തിട്ട് നമ്മൾ വരക്കുന്നു. Axial component of all the resultant force multiplied by omega provides the primary unbalanced force of the system at that moment. This unbalanced force is zero when theta is 90 degree and maximum when theta is 0 degree. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് കോസ് തീറ്റ 1 ആവുമ്പോഴാണ് അത് ഫോഴ്സ് മാക്സിമം ആവുന്നത്. കോസ് തീറ്റ 0 ആവുന്ന സമയത്ത് അത് അതിൻ്റെ ഏറ്റവും മിനിമം ഫോഴ്സ് വരും. ഓക്കെ, അല്ല ഫോഴ്സ് is 0 when cos theta is 90 degree, അതായത് cos theta മാക്സിമം 1 ആവുമ്പോൾ. ഓക്കെ, അപ്പോൾ in case the force polygon encloses the resultant as well as the axial component will always be 0, and thus the system will be in primary balance. അപ്പോൾ ചില സമയത്ത് ഈ ചില അറേഞ്ച്മെൻറ്റിൽ നമ്മളുടെ ഇൻലൈൻ എൻജിൻസിൻ്റെ ചില ക്രാങ്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ ഇത് നെറ്റ് ഫോഴ്സ് നമ്മളിപ്പോൾ M1 R1 M2 R2 M3 R3 എടുത്തു കഴിയുമ്പോൾ അത് ഓക്കെ നെറ്റ് ഡിസ്കണക്റ്റ് ആയി, വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഞാൻ ജസ്റ്റ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ഫോഴ്സ്, അതായത് ഓക്കെ ഫോഴ്സ് പോളിഗൺ M1 R1 M2 R2 M3 R3 എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ആ ഫോഴ്സ് അതൊരു റിസൾട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കണ്ടുപിടിക്കേണ്ട എഡ്ജ് ഇല്ലാതെ അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ബാലൻസ്ഡ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, ടു ഫൈൻഡ് ദി സെക്കൻഡറി അൺബാലൻസ് ഫോഴ്സ്, ഫസ്റ്റ് ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ഇമാജിനറി secondary cranks, then transfer the reciprocating mass and multiply by same to get secondary forces. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ പ്രൈമറി ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ സെക്കൻഡറി ഫോഴ്സും ഇതുപോലെ തന്നെ MR2 ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4n എന്ന് പറയുന്ന 4n cos 2 തീറ്റ എന്ന് പറയുന്ന വാല്യൂ എടുത്തിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മളപ്പോൾ ഗ്രാഫിക്കലി വരച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്യും. ഓക്കെ, കറണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാലൻസിങ് ഓഫ് ഇൻലൈൻ എൻജിൻസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതിൽ പ്രൈമറി സെക്കൻഡറി ഫോഴ്സ് ഗ്രാഫിക്കലി നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇൻലൈൻ 2 സിലിണ്ടർ എൻജിൻ നമുക്ക് ആദ്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബാലൻസിങ് ഓഫ് ഇൻലൈൻ എൻജിൻസിൽ അപ്പോൾ 2 സിലിണ്ടർ ആണെങ്കിൽ 2 സിലിണ്ടർ എൻജിൻ്റെ ക്രാങ്കിൻ്റെ പൊസിഷൻ, അപ്പോൾ ഈ നിങ്ങളിവിടെ നോക്കുക, ഈ 2 സിലിണ്ടറിൽ 2 പിസ്റ്റണും ഒരേ ലൈനിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ റെഫറൻസ് പ്ലെയിൻ എന്ന് പറയുന്നത്, അപ്പോൾ ഈ 2 സിലിണ്ടറിൻ്റെയും നടുക്കുള്ളതായിരിക്കും നമ്മൾ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 സിലിണ്ടേഴ്സിൻ്റെയും ക്രാങ്ക് പൊസിഷൻ ഇപ്പോൾ 2 സിലിണ്ടർ ആണല്ലോ നമ്മൾ പറയാം. 2 സിലിണ്ടറിൻ്റെ ക്രാങ്കിൻ്റെ പൊസിഷൻ എപ്പോഴും 180 ഡിഗ്രി, അതായത് 180 ഡിഗ്രി എപ്പാർട്ടായിരിക്കും
2 സിലിണ്ടറിന്റെ ക്രാങ്കിൻ പൊസിഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ കൺസിഡർ 2 cylinder of crank which have 180 apart and have equal reciprocating mass taking a plane throughout the center. അപ്പോൾ അതിന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പ്രൈമറി ഫോഴ്സും പ്രൈമറി കപ്പിളും സെക്കൻഡറി കപ്പിളും എങ്ങനെ ഇക്വേഷൻസ് വരുന്നെന്ന് നോക്കാം. അപ്പോൾ പ്രൈമറി ഫോഴ്സ് നമ്മൾ ഫസ്റ്റ് സിലിണ്ടറിനെ നമ്മൾ തീറ്റ ആംഗിളിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സെക്കൻഡറി നമ്മൾ ഈ പ്രൈമറി ആയിരിക്കുന്നത് സിലിണ്ടർ 1 എന്ന് പറയുന്നത് തീറ്റ ആംഗിളിലാണ് ഇരിക്കുന്നത്. സെക്കൻഡറി അപ്പോൾ 180 പ്ലസ് തീറ്റ ആംഗിളിലാണ്. ഇവിടെ കാണാം 180 പ്ലസ് തീറ്റ ആംഗിളിലാണ് സെക്കൻഡ് സിലിണ്ടർ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത്, പ്രൈമറി ഫോഴ്സ് ഇക്വേഷൻ എം ആർ ഒമേഗ സ്ക്വയർ കോസ് തീറ്റ പ്ലസ് കോസ് 180 പ്ലസ് അത് ഒരു സിലിണ്ടറിൻ്റെ, രണ്ടാമത്തെ സിലിണ്ടറിൻ്റെ എം ആർ ഒമേഗ സ്ക്വയർ കോസ് 180 പ്ലസ് തീറ്റ. അപ്പോൾ അതിൽ എം ആർ ഒമേഗ സ്ക്വയർ ഇവിടെ പുറത്തെടുത്തു, കോസ് തീറ്റ പ്ലസ് കോസ് 180 പ്ലസ് തീറ്റ. കോസ് 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത്, അതായത് 180 തേർഡ് ക്വാഡ്രന്റിലാണ് കോസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ ആണ്. അപ്പോൾ മൈനസ് കോസ് തീറ്റ നെഗറ്റീവ് വരുമ്പോൾ അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പ്രൈമറി ഫോഴ്സ് അവിടെ 0 ആയിട്ട് മാറും, കാരണം അത് ബാലൻസ്. അതിപ്പോൾ വെക്റ്റർ ഡയഗ്രത്തിൽ വരക്കാൻ നോക്കിയാലും ഇവിടെ നിങ്ങൾക്ക് കാണാം, അതായത് തീറ്റ ആംഗിളിൽ എം ആർ ഒമേഗ സ്ക്വയർ ഫസ്റ്റ് സിലിണ്ടറിൻ്റെ സെക്കൻഡ് സിലിണ്ടറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എം ആർ ഒമേഗ സ്ക്വയർ വാല്യൂ വരുന്നത്. അപ്പോൾ അത് തമ്മിൽ ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് പ്രൈമറി ഫോഴ്സ് 0 ആയിരിക്കും ഈ 2 സിലിണ്ടറിൻ്റെ കേസിൽ. പ്രൈമറി കപ്പിൾ എന്ന് പറയുന്നത് ഈ റെഫറൻസ് പ്ലെയിനിന് വിത്ത് റെസ്പെക്ട് കപ്പിൾ എങ്ങനെയാണ്. ഓക്കെ, ആ കപ്പിള് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എം ആർ ഒമേഗ സ്ക്വയർ L/2 ഇത് തമ്മിലുള്ള റെഫറൻസ് പ്ലെയിനും സിലിണ്ടറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L/2 ആണ്. അപ്പോൾ എം ആർ ഒമേഗ സ്ക്വയർ L/2 കോസ് തീറ്റ പ്ലസ് മൈനസ് L/2 ഇൻറ്റു കോസ് 180 പ്ലസ് തീറ്റ. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അതായത് എം ആർ ഒമേഗ സ്ക്വയർ L/2 കോസ് തീറ്റ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, പിന്നെ മൈനസ് L/2, അതായത് ഇത് തമ്മിലുള്ള, എന്തുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് എടുക്കാൻ കാരണം നമുക്കറിയാം, റെഫറൻസ് പ്ലെയിനുമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് അവിടെ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാലോ, ഇത് എം ആർ ഒമേഗ സ്ക്വയർ L/2 കോസ് തീറ്റ എന്ന് പറയുന്നതാണ് ഈ ഒരു ഫസ്റ്റ് സിലിണ്ടറിൻ്റെ ഈ റെഫറൻസ് പ്ലെയിനുമായിട്ടുള്ള കപ്പിള്. ഇതാണെങ്കിൽ അതേ ഡയറക്ഷനിൽ തന്നെ സെക്കൻഡ് സിലിണ്ടറും അതേ ഡയറക്ഷനിൽ തന്നെയാണ്. അപ്പോൾ റെഫറൻസ് പ്ലെയിനിനെ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് സിലിണ്ടർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള റൊട്ടേഷനും സെക്കൻഡ് സിലിണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഒരു റൊട്ടേഷനുമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അത് ഒരു ടേം, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് പോസിറ്റീവായിട്ട് ഇവിടെ എടുക്കുമ്പോൾ നെക്സ്റ്റ് ടേം നെഗറ്റീവായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ മൈനസ് L/2 ഇൻറ്റു കോസ് 180 പ്ലസ് തീറ്റ എന്ന് വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം കോസ് 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആവും. അപ്പോൾ നമുക്ക് ഫൈനലി L/2 പ്ലസ് L/2, അതായത് L എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ നമുക്ക് എം ആർ ഒമേഗ സ്ക്വയർ L കോസ് തീറ്റ എന്ന് നമുക്ക് കപ്പിൾ കിട്ടും. അപ്പോൾ കപ്പിളിൻ്റെ വാല്യൂ പ്രൈമറി ഫോഴ്സ് ഈ 2 സിലിണ്ടർ എഞ്ചിൻ്റെ കേസിൽ 180 സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഈ എഞ്ചിൻ്റെ കേസ്, ക്രാങ്ക് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന എഞ്ചിൻസിൻ്റെ കേസിൽ എം ആർ ഒമേഗ സ്ക്വയർ L കോസ് തീറ്റ കപ്പിൾ, പ്രൈമറി കപ്പിളും ഉണ്ടാവും. പ്രൈമറി ഫോഴ്സ് 0 ആയിരിക്കും അവിടെ. ഇനി സെക്കൻഡറി ഫോഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂസ് ആർ എം ആർ തീറ്റ 0 ആൻഡ് ഓക്കെ. അപ്പോൾ അത് നമുക്ക് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം മിനിമം കണ്ടുപിടിക്കാൻ സാധിക്കും. തീറ്റ 0-യിലായിരിക്കും ഇതിൻ്റെ മാക്സിമം വാല്യൂസ്. തീറ്റ 0-യും 180 ഡിഗ്രിയും മിനിമം വാല്യൂ അത് കോസ് തീറ്റ 0 ആവുന്ന സമയത്തായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈമറി ഫോഴ്സിൻ്റെ കേസ്. സെക്കൻഡറി ഫോഴ്സ് നമുക്കറിയാം എം ആർ ഒമേഗ സ്ക്വയർ, എം ആർ ഇൻറ്റു
2 ഒമേഗ 2 ഒമേഗ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 4n എന്നാണ് ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ആ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് mr ഒമേഗ സ്ക്വയർ n ഇൻറ്റു കോസ് 2 തീറ്റ പ്ലസ് കോസ് 180 2 ഇൻറ്റു 180 പ്ലസ് തീറ്റ എന്ന് വരും. അപ്പോൾ 2 ഇൻറ്റു 180 എന്ന് പറയുന്നതാണ് 360 പ്ലസ് 2 തീറ്റ എന്ന് വരും. അപ്പോൾ നമുക്ക് 2 തീറ്റ കോസ് 2 തീറ്റ പ്ലസ് 360 പ്ലസ് 2 തീറ്റ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ അവിടെ കോസ് പോസിറ്റീവ് ആണ്. അപ്പോൾ 2 കോസ് തീറ്റ ഇൻറ്റു mr ഒമേഗ സ്ക്വയർ ബൈ n എന്ന് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. അപ്പോൾ സെക്കൻഡറി ഫോഴ്സിന്റെ വാല്യൂ ഇവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കപ്പിളിൻ മാക്സിമം വാല്യൂ എന്നാണ്. അപ്പോൾ മാക്സിമം വാല്യൂസ് ഈ കേസിൽ 2 തീറ്റ എന്ന് പറയുന്നത് കോസ് 2 തീറ്റ എന്ന് പറയുന്നത് 1 ആവുമ്പോഴായിരിക്കും. അപ്പോൾ കോസ് 2 തീറ്റ 1 ആവണമെങ്കിൽ അത് ഈ ആംഗിൾസിലൊക്കെയാണ് 0, 180, 360, 540 ഈ ആംഗിൾസിലൊക്കെയാണ് 2 തീറ്റ കോസ് 2 തീറ്റ 1 ആവുന്നത്. അപ്പം അതാണ് മാക്സിമം കിട്ടുന്ന നമ്മുടെ വാല്യൂ, അതായത് 2 mr ഒമേഗ സ്ക്വയർ ബൈ n എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീറ്റ ഈക്വൽ ടു 0, 90, 180, 270 ഈ ആംഗിൾസിലെല്ലാം അതിൻ്റെ വാല്യൂസ് മാക്സിമം ആയിരിക്കും. ഇനി സെക്കൻഡറി കപ്പിൾ നോക്കുവാണെങ്കിൽ mr ഒമേഗ സ്ക്വയർ ബൈ n L/2 കോസ് 2 തീറ്റ പ്ലസ് മൈനസ് L/2 ക്ലോസ് 360 പ്ലസ് 2 തീറ്റ, അതായത് 180 പ്ലസ് തീറ്റ ഇൻറ്റു 2 വരുമ്പോഴാണ് 360 പ്ലസ് 2 തീറ്റ വരുന്നത്. ഈ ഒരു കേസിൽ കോസിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നതുകൊണ്ട്. അപ്പോൾ ഈ രണ്ട് ടേമുകൾ ക്യാൻസലായി പോയി നെറ്റ് സെക്കൻഡറി കപ്പിൾ 0 ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ പ്രൈമറി കപ്പിളും സെക്കൻഡറി കപ്പിളും ഒരേ 2 സിലിണ്ടർ ഇൻലൈൻ എൻജിൻസിൽ നേരെ വിപരീതമായിട്ടാണ് വരുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രൈമറി ഫോഴ്സ് 0 ആയിരിക്കും, പക്ഷെ പ്രൈമറി കപ്പിള് ഉണ്ടാവും. സെക്കൻഡറി ഫോഴ്സ് 0 ആയിരിക്കും, പക്ഷെ സെക്കൻഡറി കപ്പിള് ഉണ്ടാവും. സെക്കൻഡറി ഫോഴ്സ് ഉണ്ടാവും, പക്ഷെ സെക്കൻഡറി കപ്പിള് 0 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇൻലൈൻ 2 സിലിണ്ടർ എഞ്ചിൻ്റെ കേസിൽ അതിൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ തീറ്റ മാറുന്നതനുസരിച്ച്, അതായത് ക്രാങ്ക് റൊട്ടേഷൻ മാറുന്നതനുസരിച്ച് അതിൻ്റെ വാല്യൂസും നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 120 ഒക്കെ ആകുമ്പോഴും 120, പിന്നെ അതുപോലെ തന്നെ വേറെ പല ആംഗിൾസിൽ വരുമ്പോൾ അതനുസരിച്ചുള്ള അതിൻ്റെ ചേഞ്ച്, ഈ ഒരു പ്രൈമറി ഫോഴ്സ് സെക്കൻഡറി ഫോഴ്സ് ഇതിനൊക്കെ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് അതനുസരിച്ച് പ്രൈമറി കപ്പിളും കാര്യങ്ങളൊക്കെ അതനുസരിച്ച് മാറുന്നതാണ്. അപ്പോൾ അത് ഗ്രാഫിക്കലി സോൾവ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. അതിൻ്റെ സൊല്യൂഷൻ്റെ ഗ്രാഫ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡറി ഫോഴ്സിൻ്റെ പ്രൈമറിയുടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പ്രൈമറി ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടും നമ്മൾ ക്യാൻസലായി പോവും. സെക്കൻഡറിയുടെ പ്രൈമറി കപ്പിളാണെങ്കിൽ mr ഒമേഗ സ്ക്വയർ ഇൻറ്റു L/2 ഫസ്റ്റ് സിലിണ്ടറിൻ്റെ അത് ഇങ്ങനെയാണ് വരുന്നത്. സെക്കൻഡറി കപ്പിളാണെങ്കിൽ സെക്കൻഡറി mr ഒമേഗ സ്ക്വയർ L/2 അത് അഡീഷണൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് mr ഒമേഗ സ്ക്വയർ L എന്നുള്ളതായിരിക്കും മാക്സിമം കപ്പിള് അവിടെ കിട്ടുന്നത്. ഇനി സെക്കൻഡറി ഫോഴ്സിൻ്റെ കേസിലാണെങ്കിൽ സെക്കൻഡറി ഫോഴ്സ് നമുക്ക് mr ഒമേഗ സ്ക്വയർ ബൈ n എന്ന് പറയുന്ന ഫോഴ്സാണ് കിട്ടുന്നത്. അതും രണ്ട് ഫോഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ടുള്ള ഫോഴ്സ് നമുക്ക് അഡീഷൻ ആണ് കിട്ടുന്നത്, mr ഒമേഗ സ്ക്വയർ ബൈ n. പക്ഷെ കപ്പിള് അതേസമയം നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഗ്രാഫിക്കൽ സൊല്യൂഷനിൽ അതിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. അത് തമ്മിൽ ക്യാൻസൽ ചെയ്തിട്ട് ഒരേ ആംഗിളിൽ 2 തീറ്റ എന്ന് പറയുന്ന ആംഗിളിലായിരിക്കും സെക്കൻഡറി ഫോഴ്സും കപ്പിളും നമ്മൾ വരക്കുന്നത്. പ്രൈമറി ഫോഴ്സും കപ്പിളും നമ്മൾ തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് നമ്മൾ വരച്ചത്. അപ്പോൾ സെക്കൻഡറി ഫോഴ്സ് അവിടെ 0 ആയി പോകും. സെക്കൻഡറി ഫോഴ്സ് അല്ല, സെക്കൻഡറി കപ്പിൾ അവിടെ 0 ആയി പോകും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ വേറെ ആംഗിൾസ് എടുക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള പ്രൈമറി കപ്പിളിൻ്റെയും സെക്കൻഡറിയുടെയൊക്കെ നമുക്ക്
വാല്യൂസ് മാറി മാറി കിട്ടും. ഇതാണ് നമുക്ക് ഇൻലൈൻ 2 സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ള ഇൻലൈൻ 2 സിലിണ്ടർ എഞ്ചിൻ്റെ കേസിൽ. ഇൻലൈൻ 4 സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 4 സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനിൽ നമുക്ക് സിലിണ്ടേഴ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഇന്നർ സിലിണ്ടറും ഉണ്ടാവും, ഔട്ടർ സിലിണ്ടറും ഉണ്ടാവും. ഔട്ടർ ആയിട്ടുള്ള 1, 4 എന്ന് പറയുന്ന സിലിണ്ടേഴ്സ് ഒരു തീറ്റ ആംഗിളിലാണെങ്കിൽ ഇന്നർ സിലിണ്ടർ 180 ഡിഗ്രി ആയിരിക്കും ഈ ഔട്ടർ സിലിണ്ടേഴ്സിനെ വിത്ത് റെസ്പെക്ട് നോക്കുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഔട്ടർ ആൻഡ് ഇന്നർ ക്രാങ്ക്സ്. അപ്പോൾ ഔട്ടർ സിലിണ്ടറുകൾ തീറ്റ ഡിഗ്രി ആണെങ്കിൽ അതിനോട് 180 ഡിഗ്രി കൂടുതലായിരിക്കും ഇന്നർ ആയിട്ടുള്ള രണ്ട് സിലിണ്ടറും ഉണ്ടാവുന്നത് 4 സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനിൽ. അപ്പോൾ നമ്മളത് പ്രൈമറി ഫോഴ്സും പ്രൈമറി കപ്പിളും സെക്കൻഡറി ഫോഴ്സും സെക്കൻഡറി കപ്പിളും കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രൈമറി ഫോഴ്സ്, അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഒരു റെഫറൻസ് പ്ലെയിനിനെ വെച്ചിട്ടാണ്. സെന്റർ, അതായത് ഈ 4 എഞ്ചിൻസിന്റെയും സെന്ററിലാണ് റെഫറൻസ് പ്ലെയിൻ എന്ന് വിചാരിക്കുക. അതിന് വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കപ്പിൾ ഇക്വേഷൻ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ റെഫറൻസ് പ്ലെയിൻ നമ്മൾ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം അപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളുടെ കപ്പിളിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇപ്പോൾ ഫോഴ്സ് എന്തായാലും റെഫറൻസ് പ്ലെയിനിൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല, അത് ലെങ്തിനെ ഡിപ്പെൻഡഡ് അല്ല, സിലിണ്ടറുകൾ തമ്മിലുള്ള ലെങ്തിനെ ഡിപ്പെൻഡഡ് അല്ല. അപ്പോൾ പ്രൈമറി ഫോഴ്സ് എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളതായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. mr². ഫസ്റ്റ് സിലിണ്ടർ എന്ന് പറയുന്നത് കോസ് തീറ്റ ആംഗിളിലാണ്. അപ്പോൾ കോസ് തീറ്റ പ്ലസ് സെക്കൻഡ് സിലിണ്ടർ എന്ന് പറയുന്നത് 180 സെപ്പറേഷനിലാണ് 180 ഡിഗ്രി ആംഗിളുമായിട്ടാണ് ഫസ്റ്റ് സിലിണ്ടറുമായിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇരിക്കുന്നത്. തേർഡ് സിലിണ്ടറും 180 ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് 180 ആണ് സെക്കൻഡും തേർഡും 180 ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഫോർത്ത് സിലിണ്ടർ തീറ്റ ആംഗിളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഫോഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ കോസ് തീറ്റ പ്ലസ് കോസ് 180 പ്ലസ് തീറ്റ, കോസ് 180 പ്ലസ് തീറ്റ, പിന്നെ കോസ് തീറ്റ. അപ്പോൾ 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ ആയതുകൊണ്ട് ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് പ്രൈമറി ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. പ്രൈമറി കപ്പിളാണെങ്കിൽ mr², 3l/2 കോസ് തീറ്റ. അതായത് നമുക്കറിയാം റെഫറൻസ് പ്ലെയിനുമായിട്ട് ഔട്ടർ ഫസ്റ്റ് സിലിണ്ടർ ഇരിക്കുന്നത് 3l/2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിലാണ്. അതായത് റെഫറൻസ് പ്ലെയിൻ എന്ന് പറയുന്നത് സെൻറ്ററിലല്ലേ വരുന്നത്. അപ്പോൾ സെൻറ്ററും സെക്കൻഡ് സിലിണ്ടറുമായിട്ട് l/2 ആണ്. ഈ ഫസ്റ്റ് സിലിണ്ടറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് L ആണെന്നാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ l/2 ആണ് സെൻറ്റർ റെഫറൻസ് പ്ലെയിനുമായിട്ട് ഫസ്റ്റ് സിലിണ്ടറിന് ഉണ്ടാകുന്നത്. അപ്പോൾ mr², 3l/2 കോസ് തീറ്റ പ്ലസ് l/2 കോസ് 180 പ്ലസ് തീറ്റ, അങ്ങനെ ആ ഇക്വേഷൻ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയും പ്രൈമറി കപ്പിളിൻ്റെ കേസ് എഴുതുമ്പോഴും നമുക്കറിയാം ഇത് കോസ് 180 പ്ലസ് 3 കോസ് തീറ്റയും കോസ് 180 പ്ലസ് തീറ്റ ഇത് തമ്മിൽ ക്യാൻസലായി പോവും. പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ക്ലോക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ കോസ് 180 പ്ലസ് തീറ്റ കോസ് തീറ്റ ഈ രണ്ടും ക്യാൻസലായി പോകും. അപ്പോൾ അങ്ങനെ നെറ്റ് കപ്പിളും പ്രൈമറി കപ്പിളും 4 സിലിണ്ടറിൻ്റെ കേസിൽ 0 ആയിരിക്കും. പ്രൈമറി കപ്പിളും പ്രൈമറി ഫോഴ്സും 0 ആയിരിക്കും. പിന്നെ സെക്കൻഡറി ഫോഴ്സും സെക്കൻഡറി കപ്പിളുമാണ് നമുക്കിനി നോക്കാനുള്ളത്. സെക്കൻഡറി ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തീറ്റയുടെ ഇതിവിടെ തീറ്റ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡറി ഫോഴ്സ് 2θ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ mr²/n എങ്ങനെ വന്നു നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കോസ് 2θ പ്ലസ് കോസ് 2 × 180 പ്ലസ് തീറ്റ, അതായത് 360 പ്ലസ് 2θ എന്ന് പറയുന്ന ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഫസ്റ്റ് സിലിണ്ടറിൻ്റെ സെക്കൻഡറി ഫോഴ്സ് കോസ് 2θ, സെക്കൻഡ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ 360 പ്ലസ് 2θ, തേർഡ് സിലിണ്ടർ 360 പ്ലസ് 2θ, ഫോർത്ത് സിലിണ്ടർ തീറ്റ തന്നെയാണ്. അപ്പോൾ 2θ തന്നെ വരും. അപ്പോൾ ഇത്
എല്ലാം സിംപ്ലിഫൈ ചെയ്യാൻ നേരത്ത് cos 2 തീറ്റയും 360 പ്ലസ് 2 തീറ്റ എന്ന് പറഞ്ഞ cos 2 തീറ്റ തന്നെയാണ്. 4 cos 2 തീറ്റ ഇൻറ്റു MR ഒമേഗ സ്ക്വയർ ബൈ എൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ വാല്യൂ cos 2 തീറ്റന് cos 2 തീറ്റ 1 ആവുമ്പോഴാണ് അതിന് മാക്സിമം വാല്യൂ വരുന്നത്. cos 2 തീറ്റ 1 ആവുമെന്ന് പറഞ്ഞാൽ 2 തീറ്റ 0, 180, 360, 4, 540 എന്നൊക്കെ പറയുന്ന പല 540 എന്നൊക്കെ പറയുന്ന പല വാല്യൂസിലാണ് അത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ MR ഒമേഗ സ്ക്വയർ ബൈ എൻ എന്ന് പറയുന്ന ആ ഒരു വാല്യൂ നമുക്ക് അങ്ങനെ 4 ഒമേഗ സ്ക്വയർ എൻ എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് സെക്കൻഡറി ഫോഴ്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി സെക്കൻഡറി കപ്പിൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് പക്ഷേ നേരത്തെ പോലെ തന്നെ നമുക്ക് ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ക്യാൻസൽ ആയി പോകും, തേർഡും ഫോർത്തും തമ്മിൽ ക്യാൻസൽ ആയി പോകും. അപ്പോൾ സെക്കൻഡറി കപ്പിളും 0 ആണ്. അപ്പോൾ 4 സ്ട്രോക്ക് 4 സിലിണ്ടർ എഞ്ചിനിൽ സെക്കൻഡറി ഫോഴ്സ് മാത്രമേ നമുക്ക് സൊല്യൂഷനിൽ ഉണ്ടാവുള്ളൂ. കാരണം സിലിണ്ടേഴ്സിൻ്റെ ക്രാങ്കിൻ്റെ പൊസിഷൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തീറ്റ 180 തീറ്റ അങ്ങനെയായിരിക്കും. നമ്മൾ ക്രാങ്കിൻ്റെ, അതായത് ഇന്നർ സിലിണ്ടേഴ്സ് 180യും ഔട്ടർ സിലിണ്ടറിൻ്റെ ഔട്ടർ റെസിപ്രോക്കേറ്റിംഗ് പാർട്ടിൻ്റെ തീറ്റയും 0യുമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഓക്കെ. അപ്പോൾ 4 സ്ട്രോക്കിൻ്റെയും ഇൻലൈൻ 2 സിലിണ്ടറിൻ്റെയും 4 സിലിണ്ടറിൻ്റെയും ആണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് 4 സ്ട്രോക്ക് 6 സിലിണ്ടറിൻ്റെ ഉള്ളത്. അപ്പോൾ 6 സിലിണ്ടറിൻ്റെ ജസ്റ്റ് പറയുന്നുള്ളൂ, എല്ലാ പോളിഗണും ഫോഴ്സ് പോളിഗണും കപ്പിൾ പോളിഗണും കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ 6 സിലിണ്ടറിൻ്റെ കേസിൽ ക്ലോസ് ആയി പോവും. അതായത് അതിൻ്റെ സ്പെഷ്യൽ കണ്ടീഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തീറ്റ 0 നമ്മളുടെ ഓരോ എൻജിൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും. അതായത് നമ്മൾ 6 സിലിണ്ടറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 4 സിലിണ്ടറിൽ നമ്മൾ ഇന്നർ സിലിണ്ടേഴ്സ് ക്രാങ്ക് 180 ഡിഗ്രിയിലാണെങ്കിൽ 6 സിലിണ്ടറിൽ ഫസ്റ്റ് 1ഉം 6ഉം ഒരേ തീറ്റയിലാണ്. പക്ഷെ അത് കഴിഞ്ഞ് 2ഉം 5ഉം 240 ഡിഗ്രി ആംഗിളിലായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ 3ഉം 4ഉം 120 ആംഗിളിലും ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് പോളിഗണും കപ്പിൾ പോളിഗണും വരക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എഡ്ജും ക്ലോസ് ആയിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് കൂടി നിങ്ങൾക്ക് പറയാനുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കിത് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇതിൻ്റെ നെറ്റ് കാര്യം ഫൈനൽ നമുക്കിതിൽ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പ്രൈമറി സെക്കൻഡറി ഫോഴ്സ് ബാലൻസ് റെസിപ്രോക്കേറ്റിംഗ് മാസിൻ്റെ പ്രൈമറി സെക്കൻഡറി ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോഴ്സും കപ്പിളും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻലൈൻ ആയിട്ടുള്ള ഈ എൻജിൻസിൽ, അതായത് 2 സിലിണ്ടർ ഇൻലൈൻ എൻജിൻ, 4 സിലിണ്ടർ ഇൻലൈൻ എൻജിൻ, 6 സിലിണ്ടർ ഇൻലൈൻ എൻജിൻ, ഇങ്ങനെ ഒരേ ലൈനിലുള്ള എൻജിൻസിനെ സോൾവ് ചെയ്യാനായിട്ട് ഈ പ്രൈമറി സെക്കൻഡറി ഫോഴ്സ് നെറ്റ് പ്രൈമറി സെക്കൻഡറി ഫോഴ്സും നെറ്റ് പ്രൈമറി സെക്കൻഡറി കപ്പിളും 0 ആയിട്ട് വരുത്തണം ബാലൻസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അതെങ്ങനെ ഇക്വേഷനിലൂടെ നമ്മൾ ചെയ്യുന്നു. ആ സെക്കൻഡറി ഫോഴ്സിൻ്റെയും സെക്കൻഡറി കപ്പിളിൻ്റെയും കേസിൽ ഒരു ഇമാജിനറി ക്രാങ്ക് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് പ്രൈമറി ആക്ച്വൽ ക്രാങ്ക് തീറ്റ ടേൺ ചെയ്യുമ്പോൾ ഇമാജിനറി ക്രാങ്ക് 2 തീറ്റ ആയിട്ട് ടേൺ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് വെച്ചിട്ട് നമ്മൾ
പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത ആ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്തു നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് ചോദിക്കാം. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങളത് വീണ്ടും സീരിയസ് ആയിട്ട് നോക്കി ആ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി, രത്തൻ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കി, അതിൽ കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ അതും നോക്കി മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക.